ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് എ പോളിനോമിയൽ ആ ഒരു സെക്ഷനായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെയാണ് അതിൻ്റെ സീറോസും കോഎഫിഷ്യൻസും ആയിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു. ക്യൂബിക് പോളിനോമിയലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ആ ഒരു സെക്ഷനിൽ ഇനി പറയാനുള്ളത് എക്സസൈസ് ആണ്. എക്സസൈസ് 2.2. അപ്പോൾ നമുക്ക് എക്സസൈസ് ഈ ഒരു ക്ലാസ്സിൽ എക്സസൈസ് ചെയ്യാം, ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ following quadratic polynomials and verify the relationship between the zeros and the coefficient. So കുറച്ച് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ സീറോസും കോഎഫിഷ്യൻസും ആ ഒരു പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ പോളിനോമിയൽ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8. ഓക്കെ, സോ ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം ബൈ സ്പ്ലിറ്റിംഗ് മെത്തേഡ്. ഓക്കെ, സോ എന്താണ് സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? -2 വരണം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ -8 വരണം അല്ലേ? സം ചെയ്യുമ്പോൾ കോഎഫിഷ്യൻ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ -2 ആണ് വരേണ്ടത്. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും ഈ ഒരു കോൺസ്റ്റൻറ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് ആണ് വരേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് -8 ഒന്ന് കൺസിഡർ ചെയ്യാം. പ്രോഡക്റ്റ് -8 കൺസിഡർ ചെയ്യാം. അപ്പം 8ൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് കൺസിഡർ ചെയ്യുക. 8ൻ്റെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. -8 വേണ്ട, 8ൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് കൺസിഡർ ചെയ്യുക. 1, 8, 2, 4 അല്ലേ? ഇത്രയല്ലേ 8ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരത്തുള്ളൂ. 3 വരില്ല, 4 വരും, 5 വരില്ല, 6 വരില്ല, 7 വരില്ല, 8. ഓക്കെ, അപ്പോൾ 1ഉം 8ഉം ഒന്ന് നമുക്ക് എടുത്തു നോക്കാം. 1ഉം 8ഉം എടുത്തു നോക്കുമ്പോൾ 1 × 8 എന്ന് പറയുന്നത് 8 ആണ്. സോ നമുക്കിവിടെ -8 ആണ് വേണ്ടുള്ളത്. സോ 8ന് മൈനസ് ഇട്ട് കൊടുക്കുകയാണ്. സോ നമുക്ക് -8 കിട്ടും. പക്ഷേ 1 - 8 എന്ന് പറയുന്നത് -7 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു -2. സോ നമുക്ക് സമ്മിൻ്റെ കേസ് വരുമ്പോൾ അത് വരുന്നില്ല. 1 + -8. ഓക്കെ, കുറച്ചും കൂടി വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 + -8 എന്ന് എഴുതിയത്. അത് ഈക്വൽ ടു 1 - 8 തന്നെയാണ്. സോ 1 + -8 എന്ന് പറയുന്നത് -7 ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു -2. ഈ ഒരു സമ്മിന് ഈക്വൽ ആയിട്ട് ഇത് വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് 2ഉം 4ഉം ഒന്ന് കൺസിഡർ ചെയ്യാം. 2ഉം 4ഉം കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. 2 × 4. 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. അതുപോലെ നമുക്ക് -8 ആണ് വേണ്ടുള്ളത്. സോ -4ന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കാം. സോ -8 വരും. ഇനി ഇതൊന്ന് സം ചെയ്യാം. 2 + -4. 2 + -4 എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. സോ വി ഗെറ്റ് ഇറ്റ്. -8 പ്രോഡക്റ്റ് ചെയ്തപ്പോൾ -8 കിട്ടി. ഇവിടെ -8 ആണ്. സം ചെയ്തപ്പോൾ -2 കിട്ടി. നമുക്ക് വരേണ്ടത് -2 ആണ്. സോ നമുക്ക് മിഡിൽ ടേം എന്ന് പറയുന്നത് 2ൻ്റെയും 4ൻ്റെയും സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സോ this quadratic polynomial will be changed to x square minus 2x minus 8, which is equal to x square, yes, x square plus 2x minus 4x minus 8. Okay, so ഈ രണ്ട് ടേമിന് നമുക്ക് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുക്കാം. ഓക്കെ, അപ്പോൾ x + 2 എന്ന് വരും. ഈ രണ്ട് ടേമിൽ നിന്ന് -4 കോമൺ എടുക്കാം. സോ x + 2 എന്ന് വരും. ഇത് ഈ ഒരു സ്റ്റെപ്പ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ x - 4 × x + 2 എന്ന് എഴുതാൻ പറ്റും. സോ നമ്മളെ പോളിനോമിയൽ എന്ന് പറയുന്നത് 0 ആവണം എന്നുണ്ടെങ്കിൽ x - 4 = 0 ആവണം, ഓർ x + 2 എന്ന് പറയുന്നത് 0 ആവണം അല്ലേ? അതായത് h = 4 എന്നും ഓർ h = -2 എന്നും. സോ നമ്മൾ പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിച്ചു. 4ഉം -2 ആണ് അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. സോ സീറോസ് ഓഫ് ദ പോളിനോമിയൽ, സോ zeros of this polynomial
ഇതായിരുന്നു എച്ച് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 ഈസ് 4 മൈനസ് 2. ഓക്കെ, 4 മൈനസ് 2 ആണ് സീറോസ് ആയിട്ട് വരിക. ഇനി നമുക്ക് വെരിഫൈ ചെയ്യേണ്ടുള്ളത് സീറോസിൻ്റെ സമ്മ് എങ്ങനെയാണ്, സമ്മും പ്രോഡക്റ്റും എങ്ങനെയാണ് കോഎഫിഷ്യൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. സോ നമുക്ക് ഇനി സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാം. സോ സം ഓഫ് സീറോസ് എങ്ങനെയായിരിക്കണം? സം ഓഫ് സീറോസ് എങ്ങനെയാണ്? മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. നമ്മുടെ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 ആണ്. സോ സം ഓഫ് സീറോസ് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ അങ്ങനെ ഒരു രീതിയിൽ വരണം. ഓക്കെ, രണ്ടും ഈക്വൽ ആയിട്ട് വരണം. സോ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഇവിടെ 4 പ്ലസ് മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ? യെസ്. സോ ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് നമുക്ക് എന്താണ് വരേണ്ടത്? മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് എന്താണ് വരേണ്ടത്? മൈനസ് ഓഫ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 which is equal to 2. യെസ്, നമുക്കത് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാൻ പറ്റുമല്ലേ? അതെന്ന് പറയുന്നത് 2ന് ഈക്വൽ തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പറയുക, മൈനസ് ബി ബൈ എ എന്ന് പറയാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ റിലേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് divided by coefficient of x square. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ പ്രോഡക്റ്റ് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് zeros, 4 into minus 2 which is equal to minus 8. So കിട്ടിയല്ലേ, which is equal to എന്തായിരുന്നു, which is equal to constant term divided by coefficient of x square. മൈനസ് 8ന് എങ്ങനെ എഴുതാം? -8/1 എന്ന് എഴുതാം. ഈ -8 എന്ന് പറയുന്നത് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഈ -8 എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കോൺസ്റ്റന്റ് ടേം ആണ്. 1 എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ, ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മൾ വെരിഫൈ ചെയ്തു, ഹെൻസ് വെരിഫൈഡ്. സോ ഫസ്റ്റ് പോളിനോമിയൽ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? 4s സ്ക്വയർ മൈനസ് 4s പ്ലസ് 1. ഓക്കെ, ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം ബൈ സ്പ്ലിറ്റിംഗ് മെത്തേഡ്. സോ നമ്മളെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. മിഡിൽ ടേം എന്താണ്? 4 ആണ്, -4 ആണ്. സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് -4 വരണം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരണം? 4 into 1 which is equal to 4. ഈ രണ്ട് ടേമുമായിട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് ടേമാണ് പ്രോഡക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സിനെ വെച്ചിട്ടാണ് നമുക്ക് ഈ മിഡിൽ ടേം എന്ന് പറയുന്നത്, ഈ ഒരു മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ 4ന്റെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 4, 2. ഓക്കെ,
ഇത്രയും ഫാക്ടേഴ്സ് ആയിട്ട് വരുള്ളൂ. സോ ആദ്യം 1ഉം 4ഉം കൺസിഡർ ചെയ്യാം. 1ഉം 4ഉം കൺസിഡർ ചെയ്യുമ്പോൾ എന്താ വരിക? യെസ്, 1 into 4 എന്ന് പറയുന്നത് 4 വരും. പക്ഷേ 1 + 4 എന്ന് പറയുന്നത് 5 ആവും. ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്താലും അത് -3 ആയിട്ട് മാത്രമേ മാറത്തുള്ളൂ. സോ നമുക്ക് സമ്മ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു -4. അപ്പോൾ അത് പോസിബിൾ അല്ല, ഈ ഒരു കേസ് പോസിബിൾ അല്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം, 2ഉം 2ഉം നോക്കാം. 2 2 2 4 ആണ്. 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ യെസ്, ഇവിടെ നമ്മൾ രണ്ട് ഭാഗത്തും മൈനസ് ഇട്ട് കൊടുക്കുകയാണ്. -2 into -2 എന്ന് പറയുന്നത് 4 തന്നെയാണ്. സോ -2 പ്ലസ് -2 എന്ന് പറയുന്നത് -4 ആണ്. സോ നമുക്ക് പ്രോഡക്റ്റ് ചെയ്തപ്പോൾ 4 വന്നു, അതുപോലെ തന്നെ സം ചെയ്തപ്പോൾ -4 വന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് -2 -2 ആണ്. സോ ആ -2 -2 വെച്ചിട്ട് നമ്മൾ ഈ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ 4s² - 2s - 2s + 1. ഓക്കെ, സോ ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? ഫസ്റ്റ് 2 ടേംസിൽ നിന്നും എന്ത് കോമൺ എടുക്കാം? 2s കോമൺ എടുക്കാം. 2s into 2s - 1 എന്ന് എഴുതാം. നെക്സ്റ്റ് ടേമിൽ നിന്ന് -1 കോമൺ എടുക്കുകയാണെങ്കിൽ 2s - 1 എഴുതാം. ഓക്കെ, ഇതിലൂടെ സോ വിച്ച് ഈസ് ഈക്വൽ ടു yes 2s - 1 into 2s - 1. സോ ഈ ഒരു പോളിനോമിയൽ ഏതാണ്? നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു പോളിനോമിയൽ, അതായത് 4s² - 4s + 1 0 ആവണം എന്നുണ്ടെങ്കിൽ 2s - 1 ഈസ് ഈക്വൽ ടു 0 ആവണം. രണ്ടും 2s ആണ്. സോ s ഈസ് ഈക്വൽ ടു 1/2 or h ഈസ് ഈക്വൽ ടു 1/2. സോ നമ്മൾ സീറോസ് എന്ന് പറയുന്നത് എന്താണ്? 1/2 1/2 1/2. Zeros of the polynomial 4s² - 4s + 1 is 1/2 1/2. ഓക്കെ, ഇനി സീറോസ് കണ്ടുപിടിച്ച് നെക്സ്റ്റ് ഇനി വെരിഫൈ ചെയ്യണം. സം ഓഫ് സീറോസ് 1/2 + 1/2 which is equal to 1/4. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് വരണം. ഓക്കെ, സോ അങ്ങനെ വരുമോ? സോറി, ഇത് 1/4 അല്ല, 1 ആണ്. 1/2 + 1/2 എന്ന് പറയുന്നത് 1 അല്ലേ? ഇത് -b/a എന്ന് വരണം. സോ ഇതിനെ നമുക്ക് -1 - 4 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, നോക്കി ഇതിങ്ങനെ എഴുതുമ്പോൾ ഈ -4 -4, ഈ മൈനസും ക്യാൻസൽ ആവും. ഇവിടെ ഉണ്ട്, ശ്രദ്ധിച്ചേ, ഈ ഒരു മൈനസും ക്യാൻസൽ ആവും. ഓക്കെ, പിന്നെ 4ഉം ഉണ്ട്, അത് ക്യാൻസലായി 1 എന്ന് വരും. ഓക്കെ, സോ -4 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് ആക്ച്വലി 1 തന്നെയാണ്. അതിനൊന്ന് റീറൈറ്റ് ചെയ്തതാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, ഈ ഒരു പോളിനോമിയൽ കോഎഫിഷ്യന്റ് ഓഫ് എസ്
യെസ്. ഇവിടെ വേരിയബിളായിട്ട് വന്നിരിക്കുന്നത് എസ് അല്ലേ, സോ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് എസ് എന്ന് പറയാം. ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ. ഓക്കെ, കിട്ടിയില്ലേ? ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1/2 which is equal to 1/4. നേരത്തെ സമ്മ് ചെയ്തപ്പോഴും ഞാൻ പ്രോഡക്റ്റാണ് എടുത്ത് വെച്ചത്. ഓക്കെ, സോ 1/4 അതെങ്ങനെയാണ് വരേണ്ടത്? കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ, അങ്ങനെയല്ലേ വന്നേക്കുന്നത്. കോൺസ്റ്റൻറ്റ് ടേം നമ്മൾ പോളിനോമിയലിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം ഏതാണ്? 1 ആണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. സോ നമ്മൾ വെരിഫൈ ചെയ്തു, ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? തേർഡ് ക്വസ്റ്റ്യൻ. What is our third polynomial? Six square minus 3 minus 7x. ഇതൊന്ന് നമുക്ക് റീറൈറ്റ് ചെയ്യാം ആദ്യം. അങ്ങനെ ഇതാ 6 സ്ക്വയർ മൈനസ് 7x മൈനസ് 3. ഓക്കെ, ഇനി മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം. സോ സം എന്താണ് വരേണ്ടത്? -7 വരണം. അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 6 ഇൻറ്റു -3 വിച്ച് ഈസ് ഈക്വൽ ടു -18 അല്ലേ? അങ്ങനെ വരണം. സോ അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ -18ൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. 18ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? 1 വരും, 2 വരും, 3 വരുമോ? 3 5 are 15, 3 6 are 18. ഓക്കെ, 4 വരുമോ? 4 4 are 16, 4 5 are 20 വരില്ല, 5 വരില്ല, 6 വരും. ഓക്കെ, 6 3 are 18. 7 വരില്ല, 8 വരില്ല, 9 വരും, 10 വരില്ല, 11 വരില്ല, 12 വരില്ല, 13 വരില്ല, 14 വരില്ല, 15 വരില്ല, 16 വരില്ല, 17 വരില്ല, പിന്നെ വരുന്നത് 18. ഓക്കെ, സോ ഏതൊക്കെ കൺസിഡർ ചെയ്യാം ആദ്യം? സമ്മ് -7 വരണം, പ്രോഡക്റ്റ് -18 വരണം. ഓക്കെ, 9 ഉം 2 ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, 9 ഉം 2 കൺസിഡർ ചെയ്ത് നോക്കാം. സോ -9 ഉം 2. ഓക്കെ, -9 പ്ലസ് 2 എന്ന് പറയുന്നത് -7 വരും. -9 ഇൻറ്റു 18 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് -18 എന്ന് വരും. സോ നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. -9 ഉം 2. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ 6 സ്ക്വയർ മൈനസ് 7x മൈനസ് 3നെ 6x സ്ക്വയർ മൈനസ് 9x പ്ലസ് 2x മൈനസ് 3 എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഇതൊക്കെ കോമൺ എടുക്കാം.
6 നിന്നും 6x സ്ക്വയറിൽ നിന്നും മൈനസ് ഞാൻ എക്സിൽ നിന്നും എന്ത് കോമൺ എടുക്കാൻ കഴിയും? ഓക്കെ, 3 കോമൺ എടുക്കാം. 3x കോമൺ എടുക്കാം. 2x മൈനസ് 3. ഓക്കെ അല്ലേ? യെസ്. മൈനസ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 3. സോ ഇതിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ 3x പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 3 എന്ന് വരും. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ, നമ്മുടെ പോളിനോമിയൽ 0 ആവണമെന്നുണ്ടെങ്കിൽ 3x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 ആണ്, അല്ലെങ്കിൽ 2x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 ആവണം. സോ നമ്മുടെ സീറോസ് എന്തൊക്കെയായിരിക്കും? -1/3 അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 3/2. സോ നമ്മൾ സീറോസ് ഏതൊക്കെയാണ്? -1/3യും h ഈസ് ഈക്വൽ ടു 3/2. ഓക്കെ, സോ നമുക്ക് സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാം. സം ഓഫ് സീറോസ് എന്താ വരിക? സം ഓഫ് സീറോസ് -1/3 പ്ലസ് 3/2 എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -2 പ്ലസ് 3 which is equal to -2 plus 3 divided by 6 which is equal to 1/6 എന്ന് വരും. ഓക്കെ, ഈ 1/6 എന്തിന് ഈക്വൽ ആയിരിക്കണം? നമ്മളെ മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരണം. ഓക്കെ, എവിടെയെങ്കിലും തെറ്റിയോ? ചെയ്ത സ്ഥലത്ത് എവിടെയെങ്കിലും തെറ്റിയോ? 3x into -3 plus 1 into 2x minus 3. 3x plus 1 into 2x minus 3.
അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ചെയ്തെല്ലാം കറക്റ്റ് അല്ലേ? സോ ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, എവിടെ തെറ്റ് പറ്റിയത്? -1/3 + 3/2. അപ്പോൾ -2 + 9 ആണ് ഇവിടെ വരുന്നത്. 9/6 എന്നാണ് വരിക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 7/6 എന്ന് വരും. ഓക്കെ, സോ 7/6 എന്ന് വരും. അതായത് -7/6 എന്ന് ഇതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ വരിക? കോഎഫിഷ്യൻറ്റ് coefficient of x divided by coefficient of x square എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സീറോസ് എങ്ങനെ കണ്ടുപിടിക്കുക? -1/3 × 3/2. So cancelling 3 and 3 will get -1/2, which is equal to, yes, ഈ -1/2 നമുക്ക് എങ്ങനെ എഴുതാം? -3/6 എന്ന് എഴുതാം. ഓക്കെ, -3/6 എന്ന് എഴുതാം. സോ യെസ്, which is equal to constant term divided by coefficient of x square എന്ന് എഴുതാം. ഓക്കെ, സോ അത് വെരിഫൈ ചെയ്തു, ഹെൻസ് വെരിഫൈഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 4u² + 8u. ഓക്കെ, സോ ഇതിൻ്റെ സീറോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? 4u, ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് 4u കോമൺ എടുക്കാം, ഇൻറ്റു u +
2 എന്ന് എഴുതിക്കൂടെ. സോ നമുക്ക് എന്താണ് ഈ ഒരു പോളിനോമിയൽ 0 ആവണം എന്നുണ്ടെങ്കിൽ 4u is equal to 0 ആവണം, ഓർ u plus 2 എന്ന് പറയുന്നത് 0 ആവണം അല്ലേ. So 4u is equal to 0 means u is equal to 0 or u is equal to -2. So നമ്മളെ സീറോസ് ഏതൊക്കെയാണ്? സീറോസ് ആർ u is equal to 0, -2. Okay. So sum of zeros നോക്കാം. Sum of zeros which is equal to 0 plus -2 which is equal to -2. ഇതെന്താണ് വരേണ്ടത്? സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരണം. ഈ -2നെ എങ്ങനെ എഴുതാൻ പറ്റും? 8/4 ഓക്കെ -8/4 അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക? മൈനസ് കോഎഫിഷ്യന്റ് of x divided by coefficient of x square എന്ന് വരും. ഓക്കെ, സോറി u, coefficient of u. ഇവിടെ നമ്മളെ വേരിയബിൾ എന്ന് പറയുന്നത് u ആണ്. സോ u സ്ക്വയർ ഓക്കെ. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് which is equal to 0 into -2 which is equal to 0 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. നമ്മുടെ പോളിനോമിയലിൽ കോൺസ്റ്റന്റ് ടേം ഉണ്ടോ? ഇല്ല. പോളിനോമിയൽ എന്തായിരുന്നു? 4u² + 8u + 0. 0 ആണ് കോൺസ്റ്റന്റ് ടേം. സോ അതുകൊണ്ടാണ് 0 എഴുതാതിരുന്നത്. സോ കോൺസ്റ്റന്റ് ടേം 0 ആണ്. ഇവിടെ ഇതിനൊന്ന് റീറൈറ്റ് ചെയ്യാം. 0/4 എന്ന് എഴുതാം. സോ കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഹെൻസ് വെരിഫൈഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ. t² - 50 ഇതാണ് നമ്മളെ പോളിനോമിയൽ. സോ ഇതിനെ a² - b² ഐഡന്റിറ്റി അറിയാം. a + b × a - b. സോ ആ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോളിനോമിയലിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, സോ t² - 15 is equal to t + 50 into t - 50. Okay, sorry, t plus √50 t minus √50. Okay, സ്ക്വയർ എന്ന് എഴുതാം. 15നെ √15 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സോ അപ്പോൾ ഈ ഒരു പോളിനോമിയൽ 0 ആവണം എന്നുണ്ടെങ്കിൽ t plus √15 = 0 ആവണം, ഓർ t minus √15 എന്ന് പറയുന്നത് 0 ആവണം അല്ലേ. അതായത് t is equal to √15 or t is equal to minus √15 or t is equal to √50. ഓക്കെ, ഇപ്പോൾ സീറോസ് ഏതൊക്കെയാണ്? zeros of the polynomial t² - 15 is minus √15 √15. So sum of zeros
sum of zeros, which is equal to minus root 15 plus root 50, which is equal to 0. Okay, which is equal to 0 by 1 എന്ന് എഴുതാം, which is equal to coefficient of x divided by coefficient of x square ആണ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എക്സ് അല്ല, ഇവിടെ വേരിയബിൾ ടി ആണ്, ടി സ്ക്വയർ. ഓക്കെ, സോ ടിക്ക് ഇവിടെ കോഎഫിഷ്യൻ്റ് ഇല്ല, സോ അത് -0 ആയതുകൊണ്ടാണ് കോഎഫിഷ്യൻ്റ് ഇല്ലാത്തത്. ഓക്കെ, കോഎഫിഷ്യൻ്റ് എഴുതാത്ത ടി സ്ക്വയർ മൈനസ് 15 എന്ന് എഴുതിയത് ടിയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ടാണ്. സോ ഈ 0 നമുക്ക് 0 by 1 എന്ന് എഴുതാം. സോ കോഎഫിഷ്യൻ്റ് ഓഫ് ടി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് ടി സ്ക്വയർ. ഇനി പ്രോഡക്റ്റ് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് സീറോസ് minus of root 15 into root 50, which is equal to minus 15 അല്ലേ, ഇതിനെ minus 15 by 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ അതും വെരിഫൈ ചെയ്തു. It's verified. Okay, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. 3x square minus x minus 4. സോ ഒന്ന് റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? സമ്മ് -1 വരണം, പ്രോഡക്റ്റ് -4 into 3, which is equal to -12 വരണം. സോ ഫാക്ടേഴ്സ് നോക്കാം. -4ഉം 3യും തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, -4ഉം 3യും കൺസിഡർ ചെയ്യുമ്പോൾ സമ്മ് എങ്ങനെ വരിക? -4 + 3 which is equal to -1 എന്ന് വരുന്നു. അതുപോലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? -4 into 3 which is equal to -12 എന്ന് വരും. സോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടുള്ളത് -4ഉം 3യുടെ സമ്മുമായിട്ടാണ് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ 3x square minus 4x plus 3x minus 4. ഈ മിഡിൽ ടേം ഒന്ന് റീറൈറ്റ് ചെയ്യാം. 3x square plus 3x minus 4x minus 4. ഓക്കെ, ഇനി കോമൺ എടുക്കാം. 3x into x plus 1 minus 4 into x plus 1. Okay, so 3x minus 4 into x plus 1. So factors ഏതൊക്കെയാണ്? 3x minus 4 x plus 1. Okay, so പോളിനോമിയൽ 0 ആവണം എന്നുണ്ടെങ്കിൽ 3x minus 4 is equal to 0 ആയിരിക്കണം, or x plus 1 0 ആവണം. എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ്? 4/3 or x is equal to -1. ഓക്കെ,
So next, sum of zeros is equal to 4 by 3 plus minus 1, which is equal to 4 by 3 minus 1. Cross multiplying will give 4 minus 3 by 3, which is equal to 1 by 3. Okay. So, നമ്മുടെ പോളിനോമിയൽ എന്തായിരുന്നു? 3x square minus x minus 4 അല്ലേ? ഇതായിരുന്നു നമ്മുടെ പോളിനോമിയൽ. സോ ഇതിനെങ്ങനെ എഴുതാം? മൈനസ് ഓഫ് മൈനസ് 1 by 3 എന്ന് എഴുതിക്കൂടെ? സോ ഈ രണ്ട് മൈനസും കൂടി ക്യാൻസലായി ചേർന്ന് പ്ലസ് ആവും. ക്യാൻസലായിട്ടല്ല, ചേർന്നിട്ട് പ്ലസ് ആവും. സോ എന്താ വരിക? ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. ഇവിടെ പോളിനോമിയലിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -1 ആണ്. ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ്. Product of zeros എങ്ങനെ എഴുതാം? 4 by 3 into -1, which is equal to -4 by 3, which is equal to constant term direct കിട്ടിയല്ലേ? Constant term divided by coefficient of x square. So we verify this also, hence verified. So exercise in the first question കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 6 ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കുക, പിന്നെ അത് ആ ഒരു റിലേഷൻ വെരിഫൈ ചെയ്യുക. ഇത്രയും ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ. സോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ബൈ.